മീര പിന്നുണരുന്നത് രാവിലെയാണ്. കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണിന് ചുറ്റും തലക്കൊക്കെ നല്ല വേദന അനുഭവപ്പെട്ടെങ്കിലും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് നീരജിയാണ്. അവൾ കിടക്കുന്ന ബെഡിനോട് ചേർന്ന് ഒരു സ്റ്റൂളിലിരിക്കുകയാണ് അവര്. കണ്ണുകൾ നിറച്ച് അവളെ നോക്കിയിരിപ്പാണ്. അവൾ ഉണർന്നത് കണ്ട് ആ മുഖത്തൊരു ആശ്വാസം നിറഞ്ഞു. ഇന്നലത്തെ അതേ വേഷമാണ്. മുടിയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കണ്ണിന് നേരിയ കറുപ്പ് വന്നിട്ടുണ്ട്. ആകെ കോലം കെട്ട അവസ്ഥ. ഇന്നലെ കണ്ടതിനേക്കാൾ മോശമാണ് ഇന്ന് നീരജിയുടെ കോലം. മീരത് വീക്ഷിക്കുകയായിരുന്നു. മോളെ. നീരജ് അടുത്തേക്ക് വരും മുന്നേ വരലക്ഷ്മി ഓടിക്കതിച്ച് അകത്തേക്ക് വന്നു. പെട്ടെന്ന് വരലക്ഷ്മിയെ കണ്ട മീര ഒന്ന് അമ്പരന്നു. വരലക്ഷ്മിയെ നീരജ് നിസ്സംഗതയോടെ ഉറ്റുനോക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നവളെ പരിചയമില്ലെങ്കിലും ഇന്നലെ പരിചിതമായ കുറേ മുഖങ്ങൾക്കിടയിൽ വെച്ച് കണ്ട ആ മുഖം ആരുടേതാണെന്ന ഊഹം നീരജക്കുണ്ടായിരുന്നു. മഹിയെയും തന്നെയും വിടാതെ വീക്ഷിക്കുന്ന ആ കണ്ണുകളുടെ ചലനം കൂടി കണ്ടപ്പോൾ നീരജക്ക് ഉറപ്പായി അതാണ് വരലക്ഷ്മി എന്ന്. വരലക്ഷ്മിക്ക് കഴിഞ്ഞ രാത്രി ഉറക്കമില്ലാത്തൊരു രാത്രിയായിരുന്നു. കണ്ണു തുറന്ന് കിടക്കുമ്പോഴും ദുസ്വപ്നങ്ങൾ അവരെ വേടിയാടിക്കൊണ്ടേയിരുന്നു. കിടന്നിട്ട് സമാധാനം കിട്ടാതെ ഓരോ നോത്ത് സമയം തള്ളി നീക്കുകയായിരുന്നു. നേരം വെളുത്തതും വിഷനെ കുത്തിപ്പൊക്കി ഹോസ്പിറ്റലിലേക്ക് പോരുകയായിരുന്നു. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വരലക്ഷ്മിക്ക് ഒരു സമാധാനമില്ല. പരസ്പരം തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ അവസരം അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് വരലക്ഷ്മി ആഗ്രഹിച്ചു. അതിനാദ്യം നീരജിയെ അവിടുന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. മീര ക്ഷമിക്കാനും മറക്കാനും തയ്യാറായാൽ പിന്നെ അമ്മയും മകളും ഒന്നാവും. അങ്ങനെ സംഭവിച്ച മഹിക്ക് പിന്നെ നീരജിയുമായി അടുക്കാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് അമ്മക്കും മകൾക്കും തനിച്ചൊരു സമയം കൊടുക്കാൻ വരലക്ഷ്മി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഓടിപ്പാഞ്ഞ് വന്നതും അതുകൊണ്ടാണ്. അവർക്കിടയിലേക്ക് ഇടിച്ചു കയറാനും പറ്റിയാൽ നീരജയ്ക്ക് പകരക്കാരിയാവാനും അവർ ആഗ്രഹിച്ചു. കൈവിട്ടു പോകുമെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ മനുഷ്യരൊക്കെ തീർത്തും സ്വാർത്ഥരാണ്. അവിടെ മറ്റാരെ കുറിച്ചും ചിന്തിക്കില്ല. വരലക്ഷ്മിയും അങ്ങനെ തന്നെയാണ്. നീരജിയെയും മഹിയെയും കൺമുന്നിൽ കാണുമ്പോൾ വിട്ടുകൊടുക്കാൻ വരലക്ഷ്മിക്ക് കഴിയുന്നില്ല. ഒത്തിരി സ്നേഹിക്കുന്ന പുരുഷൻ, അതും കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവ് മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് വേദനാജനകമാണ്. ഇവിടെ വരലക്ഷ്മി പിടിച്ചു വാങ്ങിയ ജീവിതമാണ്. തെറ്റ് മനസ്സിലാക്കി വഴിമാറി കൊടുക്കാൻ അവരിപ്പോൾ തയ്യാറല്ല. അവർക്ക് മഹിയെ വേണം, മകളായ മഹിയുടെ മകളെയും. നീരജ എന്ന സ്ത്രീ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടണമെന്ന് വരലക്ഷ്മി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോടെ തന്നെ വരലക്ഷ്മി മീരയുടെ ബെഡിലേക്ക് ഇരുന്നു. ഒരു കൈ കൊണ്ട് തലയിൽ തൊട്ടു നോക്കി മീര എണീക്കാനുള്ള ശ്രമത്തിലാണ്. വേണ്ട. അവൾ എണീപ്പിച്ചു നിർത്താൻ ഒരുപോലെ മുന്നോട്ട് വന്ന നീരജയെയും വരലക്ഷ്മിയെയും അവൾ തടഞ്ഞു. ശേഷം സ്വയം എണീറ്റിരുന്നു. ഡോക്ടർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നേ? ധ്രുവൻ ഭീഷണപ്പം അകത്തേക്ക് വന്നു. ഇരുണ്ട മുഖത്തോടെ പിന്നാലെ മഹിയുണ്ട്. വരലക്ഷ്മി വന്നതും മീരക്കരികിൽ അവകാശത്തോടെ ഇരിക്കുന്നതുമൊക്കെ അയാൾ അലോത്സരപ്പെടുത്തി. എങ്കിലും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണ്ട. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ മീരയും കൂടി വന്നോളാം. ഇപ്പം നിങ്ങളൊക്കെ പോകാൻ നോക്ക്, മഹി ഗൗരവത്തോടെ പറഞ്ഞു. വരലക്ഷ്മി മുഖം കുനിച്ചു. നീരജയ്ക്ക് പിന്നെ അത് കേട്ട ഭാവമില്ല. മോള് വരുന്നോ അമ്മക്കൊപ്പം നമ്മുടെ വീട്ടിലേക്ക്? നീരജ മീരയുടെ കൈകളിൽ അമർത്തി മുത്തിക്കൊണ്ട് തിരക്കി. മഹിക്ക് ടെൻഷനായി. വരലക്ഷ്മിക്കും അതെ. അത് വേണ്ട, ശരിയാവില്ല, വരലക്ഷ്മി വെപ്രാളത്തോടെ പറഞ്ഞു. മീര വരലക്ഷ്മിയെ കുറച്ചു നേരത്തേക്ക് വിടാതെ നോക്കിയിരുന്നു. ഞാൻ എൻ്റെ മോളോടാ സംസാരിക്കുന്നത്, ഇടയിൽ വേറെ ആരുടെയും അഭിപ്രായം വേണ്ട, നീരജ ഇഷ്ടപ്പെടാത്തതുപോലെ അരിശത്തോടെ പറഞ്ഞു. വരില്ലേ മോളെ നമ്മുടെ വീട്ടിലേക്ക്? ശബ്ദമൊന്നും മായപ്പെടുത്തി നീരജ സ്നേഹത്തോടെ ചോദിച്ചു. മീരയുടെ കണ്ണുകൾ അച്ഛനിലേക്ക് നീണ്ടു. ആ മുഖത്തെ ദയനീയത അവൾക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. പോകരുത് എന്നൊരു യാചന ആ മുഖത്തുള്ളതുപോലെ. അത് അമ്മയുടെ വീടല്ലേ? അമ്മയും ഭർത്താവും മകള് സന്തോഷത്തോടെ ജീവിക്കേണ്ട വീട്. അതെങ്ങനെ നമ്മുടെ വീടാകും? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവരെയൊന്ന് നീ നോക്കണ്ട മീരെ, അത് നിന്റെ വീടാ, നിന്റെ മാത്രം. ആ വീടിന് നിനക്കുള്ളതാ. നിന്റെ സമാധാനം കളയാൻ ഇനി ആരും അങ്ങോട്ട് കയറി വരില്ല. മോള് വരണം അമ്മക്കൊപ്പം. നീരജയുടെ മുഖത്തും ദയനീയത നിറഞ്ഞു. അച്ഛനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും ഇല്ലമ്മേ. ഇത്രയും കാലം എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ ജീവിച്ച് അച്ഛനെ വിട്ടുപോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഇന്ന് മഹി ജീവിക്കുന്നത് പോലും മകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അതിനൊക്കെ പുറമെ നീരജയ്ക്ക് മറ്റൊരു കുടുംബമുണ്ട്. അവിടെ തന്നേക്കാൾ സ്ഥാനം അവരെ താലി കിട്ടിയ ഭർത്താവിനും അയലുണ്ടായ മകൾക്കുമാണ്. താനൊന്നും അവരുടെ കുടുംബത്തിലെ കരട് തന്നെയാണ്. താൻ പോലും അറിയാതെ താൻ അവരുടെ കുടുംബത്തിൽ ഒരു വലിയ കരടായി മാറുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഇതൊന്നും ആവർത്തിക്കപ്പെടണമെന്ന് അവൾക്ക് ഒട്ടും താല്പര്യമില്ല.
ഇനി ആ വീട്ടിലേക്കും ആ കുടുംബത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അച്ഛൻ ഇനി സ്വന്തം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ അച്ഛനെ ഒറ്റക്കാക്കി ഞാൻ എങ്ങോട്ടും ഇല്ല, അവൾ അവസാന തീരുമാനം പോലെ പറഞ്ഞു. അപ്പം ഞാനോ? ഞാൻ തനിച്ചല്ലേ, എനിക്ക് നീ ആരാ ഉള്ളത്? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ മോളെ, അവർ പരിഭവത്തോടെ ചോദിച്ചു. മീര മന്ദഹസിച്ചു. ചതിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ദേഷ്യവും വെറുപ്പോ അമ്മക്കിപ്പോൾ അയാളുടെ നിളയോടും. അവർക്ക് ശത്രുത എന്നോടായിരുന്നു. അമ്മയെ അവർ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ദേഷ്യവും വാശിയും കെട്ടടങ്ങുമ്പോൾ അയാളോട് ക്ഷമിച്ചേക്കെന്ന് ചിലപ്പോൾ തോന്നും. കാരണം അയാൾക്ക് വിരോധം എന്നോടും എൻ്റെ അച്ഛനോടും മാത്രമായിരുന്നു. അമ്മ അയാൾ സ്നേഹിച്ചിരുന്നു. തിരിച്ച് അമ്മയും അയാൾ ആത്മാർത്ഥമായി തന്നെയല്ല സ്നേഹിച്ചത്. ആ സ്നേഹത്തിൻ്റെ പുറത്ത് മറക്കാനും ക്ഷമിക്കാനും അമ്മക്ക് തോന്നിയ അവിടെ വീണ്ടും ഞാനൊരു അധികപ്പറ്റാവും. അത് വേണ്ട. മീര അവസാന തീരുമാനമെന്ന പോലെ പറഞ്ഞു. ശരി, നീ എനിക്കൊപ്പം വന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ ഈ ചതി എൻ്റെ ഒപ്പം നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവരാരും നിന്റെ ആരുമല്ല. അവകാശം സ്ഥാപിക്കാൻ ആരും വരണ്ട. എൻ്റെ കൂടെ നിനക്ക് നിൽക്കണ്ടെങ്കിൽ നീ പറയും പോലെ ചെയ്യാം. പക്ഷേ ഇയാൾക്കൊപ്പം വേണ്ട, ഞാൻ സമ്മതിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ചിട്ട് കടന്നു കളഞ്ഞതല്ലേ, നമ്മളെ രണ്ടിനെയും ഉപേക്ഷിച്ച് പോയതല്ലേ. ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹം ഇനി എന്ത് നേരത്തിന് വേണ്ടിയാണെന്ന് പോലും അറിയില്ല. എനിക്ക് പേടിയാ നിന്നെ ഇയാൾക്കൊപ്പം അയക്കാൻ. നിന്നെ ഇയാൾ ചതിക്കും, എന്നെ ചതിച്ചതുപോലെ. ഇയാളുടെ ഉദ്ദേശം വേറെന്തോ ആണ്. നീരജ പറയുന്നതിനോടൊപ്പം നിന്ന് കിതച്ചു. മതി, നിർത്തമ്മേ. അവളുടെ ശബ്ദം ഉയർന്നു. ഒച്ചയെടുത്തപ്പോൾ മുറിവ് വലിഞ്ഞു. അവളൊന്ന് എരിവ് വലിച്ചു. അമ്മ എന്തറിഞ്ഞിട്ടാ? അച്ഛൻ ആരെ ചതിച്ചെന്നാ? അമ്മയെ ചതിക്കാൻ എൻ്റെ അച്ഛൻ ഈ ജന്മം പറ്റില്ല. അമ്മയെ ചതിച്ചത് നമ്മുടെ ജീവിതം ഇരുട്ടിലാക്കിയതൊക്കെ മറ്റുള്ളവരാ. സ്ട്രെയിൻ എടുത്ത് പറയുന്നവളുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. അതുപോലെ കേട്ട വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ നീരജയെ നെറ്റിച്ചുളിച്ചു. അച്ഛൻ അറിയില്ലായിരുന്നു ഇങ്ങനൊരു മകൾ അമ്മയുടെ വയറ്റിൽ ജന്മം എടുത്തിട്ടുണ്ടെന്ന്. ആരും അച്ഛനെ അറിയിച്ചതുമില്ല. മീര പറഞ്ഞ വാക്കുകളിൽ നീരജ സ്തബ്ധയായി നിന്നുപോയി. മഹി ആകാംക്ഷയോടെ നീരജയെ നോക്കി നിന്നു. തൻ്റെ വാശിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ മഹി ശ്രമിച്ചെങ്കിലും മീരയിൽ നിന്ന് നീരജ സത്യങ്ങൾ അറിയാൻ പോകുന്നു എന്നൊരു തോന്നലിൽ അയാൾ ഉള്ളിൽ സന്തോഷിച്ചു. നെഞ്ചിൽ എന്തൊക്കെയോ പേരറിയാത്ത അനുഭൂതികൾ. എന്നാൽ അവിടെ വരലക്ഷ്മിയുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. എല്ലാം കൈവിട്ടു പോവുകയാണെന്നവർ ചിന്തിച്ചു. നീരജ ഞെട്ടലിലാണ്. അവൾ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീരജയുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. മീര ഉറപ്പിച്ച് പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ പെട്ടെന്ന് അവർ തല വെടിച്ചു. മീരെ മോളെ, തലയിലെ മുറിവ് അത്ര നിസ്സാരായി കാണല്ലേ. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് നല്ലതിനല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിച്ച് തീർക്കാം. ഇപ്പം മോൾക്ക് വേണ്ടത് റെസ്റ്റാണ്. വീണ്ടും എന്തോ പറയാൻ തുനിയുന്നവള് വരലക്ഷ്മി സ്നേഹത്തോടെ തടഞ്ഞു. എൻ്റെ അമ്മ ഇത്രയും നേരം അധിക്ഷേപിച്ചത് നിരപരാധിയെ എൻ്റെ അച്ഛനെയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കും. നിങ്ങളുടെയൊക്കെ കാര്യം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. മീര ഉശിരോടെ പറഞ്ഞു. അത് നീരജയ്ക്കും രസിച്ചിട്ടില്ല. മീരെ, നിന്നെ കൂടെ നിർത്താൻ ഇയാൾ മെനഞ്ഞ കഥയിൽ നീ വീഴുമായിരിക്കും. പക്ഷേ എന്നെ വീഴ്ത്താന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഒരായുഷ്കാലം കൊണ്ട് കരഞ്ഞു തീർക്കേണ്ട കണ്ണുനീരൊക്കെ ഇയാൾ കാരണം ഞാൻ കരഞ്ഞു തീർത്തു. അത്ര വലിയ ചതിയല്ലേ ഇയാളെന്നോട് ചെയ്തത്. ഒരിക്കലും വിശ്വസിച്ചിട്ട് ചതിക്കപ്പെട്ടവളാ ഞാൻ. ഇനി ആ അബദ്ധം ഞാൻ കാണിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, ചതിയന ഇയാൾ. നീരജ രോഷം കൊണ്ടു. മതിയാക്കമ്മേ, അച്ഛൻ ചതിയനല്ലെന്ന് അമ്മ ചോദിച്ച് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. മീര അച്ഛന് വേണ്ടി വാദിച്ചു. എനിക്കിനി ഒന്നും ചോദിച്ചറിയാനില്ല. എല്ലാ പണ്ടേക്ക് പണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഇയാളെ വെള്ളപൂശാൻ നിൽക്കാതെ നീ ഒരു തീരുമാനം പറയേ. ഇനി എന്താ നിന്റെ പ്ലാന്? നീരജ സ്വരം കുറിച്ചൊന്ന് മയപ്പെടുത്തി. ഞാൻ അച്ഛൻ്റെ ഭാഗത്താവുമ്പോൾ ഞാനത് പറയും അമ്മേ. നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കാനോ പഴയ ബന്ധം പുതുക്കാനോ ഒന്നുമല്ല. എൻ്റെ അച്ഛൻ ഇനി ആരാലും ക്രൂശിക്കപ്പെടരുത്. അച്ഛൻ ആരെയും ചതിക്കില്ലെന്ന് അമ്മക്ക് ബോധ്യപ്പെടണം. അത്രയേ ഉള്ളൂ എനിക്ക്. മീര വീണ്ടും പറഞ്ഞു. നീരജയ്ക്ക് ഇപ്പോഴും അത് കേൾക്കാനൊരു താല്പര്യമില്ലാത്ത മട്ടാണ്. അങ്കിൾ എനിക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയാണ്. അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അങ്കിൾ തന്നെ തുറന്നു പറയേ. ചെയ്തു കൂട്ടിയ തെറ്റിന് എൻ്റെ അച്ഛനോട് ചെയ്യുന്ന ഒരു പ്രായച്ചിത്തമായി കൂട്ടിയാൽ മതി. അങ്കിൾ കൂടി ചേർന്നല്ലേ ഇത് ഇവിടെ വരെ എത്തിച്ചത്. പറഞ്ഞു കൊടുക്ക് എൻ്റെ അച്ഛൻ ചതിയനല്ലെന്ന്. കൂടെ നിന്ന് ചതിച്ചത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയാണെന്ന്. എൻ്റെ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് അച്ഛൻ അമ്മയെ കൂടെ കൂട്ടിയ നിങ്ങളുടെ വിവാഹം മുടങ്ങുന്നു പേടിച്ചല്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയും അകറ്റിയത്, അച്ഛനെ ഒരു ചതിയനാക്കിയത്. മീര ഇടറിയ സ്വരത്തോടെ പറഞ്ഞു. നീരജയ്ക്ക് കേട്ടത് വിശ്വസിക്കാനാവുന്നില്ല.
വയറ്റിൽ കുരുത്ത ജീവന് വേണ്ടി തൻ്റെ കാലിൽ വീണ് കരഞ്ഞ മധു. വിഷന് കിട്ടാതെ വന്നാൽ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ മധു. ആ മധു താൻ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അവകാശം ചോദിച്ചു ചെന്നാൽ കൂടെ നിൽക്കുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തന്നെ നീരജയ്ക്ക് എന്തൊക്കെയോ പിടികിട്ടി. എങ്കിലും അത് ഉൾക്കൊള്ളാൻ വയ്യ. മഹി എന്ന മുൻകാമുകനെ വലിയ പാതകം ചെയ്തൊരു ദ്രോഹിയായി മനസ്സിൽ കൊത്തി വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാനത്തേക്ക് നരേന്ദ്രൻ എളുപ്പം നുഴഞ്ഞു കയറാൻ കഴിഞ്ഞത്. ഇനി അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയ എടുത്തുചാട്ടങ്ങൾ മാത്രമായാൽ അവർക്കത് ഓർക്കാൻ പോലും വയ്യ. മീര പറഞ്ഞതിൽ നിന്നും വീണ് കിട്ടിയ ഊഹാപോഹങ്ങൾ അവർ മനസ്സിലേക്ക് എടുത്തില്ല. അത് വെറുമൊരു നുണക്കഥയാണെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മീരെ, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ച് വേണ്ട ഇത്തരം തർക്കങ്ങൾ. വരലക്ഷ്മി ആ തർക്കം അവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മീരത് കേട്ടതായി പോലും ഭാവിച്ചില്ല. പറയങ്ങൾ, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയെയും ചതിച്ചതല്ലേ? ഇനിയെങ്കിലും സത്യം ഒന്ന് തുറന്ന് പറയേ. ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാനൊരു അവസരമായി കണ്ടാ മതി. പറ, എൻ്റെ അച്ഛനൊരു ചതിയനാണോ? മീര അയാളുടെ കണ്ണിൽ നോക്കി ചോദിച്ചപ്പോൾ വിഷൻ പതറിപ്പോയി. അയാളുടെ കണ്ണുകൾ നേരെ പോയത് വരലക്ഷ്മിയുടെ നേർക്കാണ്. അവരുടെ കണ്ണിൽ അരുതെന്നൊരു അപേക്ഷ അയാൾ കണ്ടു. ഇന്നീ നിമിഷം നടന്നതൊക്കെ നീരജി അറിഞ്ഞാൽ മഹാദേവൻ നീരജ ഒത്തുചേരലിന് പിന്നെ മറ്റ് പ്രയാസമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി പ്രണയിച്ചവർ, തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരുടെ ചതിയിൽ വേർപെടേണ്ടി വന്നവർ. ആ ചതി തിരിച്ചറിയുന്ന നിമിഷം രണ്ടുപേരുടെയും മനസ്സിൽ പഴയ പ്രണയം തിരിച്ചു വന്നേക്കാം. അതിനിടയിൽ വരലക്ഷ്മിയുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. വരലക്ഷ്മിയുടെയും വിശ്വൻ്റെയും അപ്പോഴത്തെ ചിന്ത അതുതന്നെയായിരുന്നു. വരലക്ഷ്മിയുടെയും മഹാദേവൻ്റെയും മുഖത്തേക്ക് വിശ്വൻ മാറി മാറി നോക്കി. ഒരു ഭാഗത്ത് നിൽക്കുന്നവൾ കൂടപ്പിറപ്പാണ്, മറുഭാഗത്ത് തങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടവും സ്വപ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചവനും. എന്നിട്ടും മഹിയെ ചതിക്കാൻ കൂട്ടുനിന്നു. അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് ഇന്നും കരകയറിയിട്ടില്ല. മീരയ്ക്ക് സഹായങ്ങളുമായി കൂടെ നിന്നതും ആ തെറ്റിനൊരു പ്രായശ്ചിത്തമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അതുകൊണ്ടൊന്നും തെറ്റല്ലാതാകുന്നില്ലല്ലോ. എന്നാൽ ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും കാലം അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യം സംഭരിച്ചു വരുമ്പോഴേക്കും മഹാദേവൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഏറ്റു പറയേണ്ട അവസ്ഥ മുന്നിൽ വന്നപ്പോഴോ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് സ്വന്തം കൂടപ്പിറപ്പും. അവളുടെ ജീവിതമാണ് തകരാൻ പോകുന്നത്. ഒരു സ്ഥാനവും കിട്ടാതെ പേരിന് ഭാര്യ എന്ന പദവിയിൽ മഹി കെട്ടിയ താലിയുമായി ജീവിക്കുക എന്നത് ഒരു ജീവിതമായി കണക്കാക്കാൻ പോലും ആവില്ല. അതിനേക്കാൾ നല്ലത് ബന്ധം ഉപേക്ഷിച്ച് രണ്ടുപേരും അവരവരുടെ വഴി തിരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ വരലക്ഷ്മി അതിനൊരുക്കല്ല. യാതൊരു പരിഗണനയോ സ്നേഹമോ കിട്ടിയില്ലെങ്കിലും മഹാദേവന്റെ ഭാര്യയായി ജീവിക്കണം വരലക്ഷ്മിക്ക്. തന്നെ സ്നേഹിച്ചില്ലെങ്കിലും താൻ സ്നേഹിച്ച പുരുഷനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ മാത്രം അവർ തയ്യാറല്ലായിരുന്നു. പറയ്, സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. മീരയുടെ സ്വരം കാതിൽ പതിച്ചതും വിഷൻ ദയനീയമായൊരു നോട്ടത്തോടെ മീരയുടെ നേർക്ക് മുഖമുയർത്തി. വരലക്ഷ്മി ചുണ്ടുകൾ കൊണ്ട് ശബ്ദമില്ലാതെ കെഞ്ചുകയാണ്. എനിക്കറിയില്ല. ഒരുപാട് ആലോചിച്ചു കൂട്ടിയ ശേഷം വിഷൻ പറഞ്ഞു. മീരയുടെ മുഖം മാറി. അവളുടെ മുഖത്ത് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം. മഹിയും ഏറെക്കുറെ അങ്ങനെ തന്നെ. ധ്രുവൻ കാഴ്ചക്കാരനെ പോലെ മാറി നിന്നതേ ഉള്ളൂ. അവൻ അച്ഛൻ പറഞ്ഞത് പിന്തുണക്കാനോ എതിർക്കാനോ പോയില്ല. എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കണ്ട. വിഷൻ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു. വരലക്ഷ്മിക്ക് ആശ്വാസം തോന്നി. നീരജയുടെ മുഖത്ത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാവമായിരുന്നു. അതെന്താ വിഷ നിനക്ക് അറിയാത്തത്? എൻ്റെ മോൻ്റെ ചോരയിൽ ഈ നിൽക്കുന്നവളുടെ വയറ്റിലൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ആരെയും അറിയിക്കാതെ ചതിക്കുകയല്ലേ നീയും അവളും കൂടി ചെയ്തത്? നീ തന്നെ എത്രയോ വട്ടം കരഞ്ഞ് സമ്മതിച്ച് കഴിഞ്ഞതാ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ. അന്ന് നിനക്ക് കുറ്റബോധം കാരണം എൻ്റെ മോൻ്റെ മുഖത്തേക്ക് നോക്കണം പോലും പറ്റില്ലായിരുന്നു. ഇപ്പം എവിടെ പോയി ആ കുറ്റബോധം? ഒട്ടും പ്രതീക്ഷിക്കാതെ ലക്ഷ്മി അമ്മ രംഗപ്രവേശനം നടത്തിയപ്പോൾ വിഷനൊന്ന് പതറിപ്പോയി. അതിരാവിലെ തന്നെ വരലക്ഷ്മിയും വിഷനും ധൃതി പിടിച്ച് പോയപ്പോൾ എന്തോ അത്യഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഭയന്നു പോയി. മീരക്കിനി എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആദിയിൽ മഹിയെ വിളിച്ചെങ്കിലും കോള് കണക്റ്റ് ആയിരുന്നില്ല. പിന്നെ നേരം കളയാനൊന്നും നിൽക്കാതെ ദിയേയും കൂടി ക്ഷീണമൊന്നും കാര്യമാക്കാതെ ഇറങ്ങി തിരിച്ചതാണ് മീനാക്ഷിയമ്മ. മീനാക്ഷിയമ്മയെ കണ്ട് വിഷൻ വിളറി വെളുത്തു. വരലക്ഷ്മിയുടെ അവസ്ഥയും അതൊക്കെ തന്നെ. മഹി വിഷനെ നോക്കി നിൽപ്പാണ്. രാജനെ പോലെ നല്ലൊരു സുഹൃത്തായിരുന്ന വിഷനും ആ സൗഹൃദം വഴിയാണ് മധുവും വിഷനും തമ്മിൽ അടുക്കുന്നത് പോലും. അവർക്ക് ഒന്നാകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ മനസ്സിനെ കല്ലാക്കി സ്വന്തം ജീവിതം മറന്നു കളഞ്ഞവരാണ്. ഇഷ്ടമില്ലാത്ത ഒരുവൾക്കൊപ്പം ഒരു 2 പതിറ്റാണ്ടേറെ ജീവിച്ച് തീർത്തവനാണ്. വിഷന്റെ സംസാരം കേട്ടപ്പോൾ മഹിക്ക് ചിരിയാണ് വന്നത്.
വിഷന്റെ നന്ദികേട് കാണുമ്പോൾ അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ച് തന്നോടും മഹിക്ക് തന്നെ പുച്ഛം തോന്നി. ചെയ്തതൊക്കെ വെറുതെയായി പോയെന്നൊരു തോന്നൽ മഹിക്കുന്നുണ്ട്. മധുവെന്ന സഹോദരിക്ക് തന്നോടും മകളോടുമുള്ള വിരോധവും സ്വത്തിനു വേണ്ടിയുള്ള തർക്കങ്ങളുമൊക്കെ മഹിയെ വല്ലാതെ മടുപ്പിച്ചിരുന്നു. വിഷൻ എന്താ ഒന്നും പറയാനില്ലേ? ഗൗരവത്തോടെയുള്ള മീനാക്ഷിയമ്മയുടെ ചോദ്യം കേട്ട് തലയൊട്ടി നോക്കാൻ കഴിയാതെ വിഷൻ നിന്നുരുകി. വരലക്ഷ്മിയും ഉരുകുകയായിരുന്നു. എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വിഷനെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് മീനാക്ഷിയമ്മ നീരജയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. നീരജ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ ഉറ്റുനോക്കി. മീനാക്ഷിയമ്മ സ്നേഹത്തോടെ നീരജയുടെ കരങ്ങൾ കവർന്നു. അടുത്ത നിമിഷം നീരജ ആ കൈകൾ പിൻവലിച്ചു. മധുവിനൊപ്പം പലവട്ടം മഹിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു നീരജ. മീനാക്ഷിയമ്മയെ അമ്മയെന്നേ വിളിച്ചിട്ടുള്ളൂ. ആ നീരജയിൽ നിന്ന് വന്ന മാറ്റം മീനാക്ഷിയമ്മക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ നീരജയെ തെറ്റു പറയാൻ പറ്റില്ല. നീരജയെ സംബന്ധിച്ച് മഹി അവരെ ചതിച്ച് കിടന്നവനാണ്. മീനാക്ഷിയമ്മയോ ചതിയൻ്റെ അമ്മയും. വിശ്വസിക്കില്ലെന്നറിയാം, എങ്കിലും പറയാതെ വയ്യ. എൻ്റെ മോൻ നിന്നെ ചതിച്ചിട്ടില്ല മോളെ. അവൻ ആരെയും ചതിച്ച് ശീലമല്ല. അതുകൊണ്ടെന്താ, കൂടെ നിന്നവർ തന്നെ അവസരം വന്നപ്പോൾ കൂടെ നിന്ന് അങ്ങ് ചതിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെയൊന്നും ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു മോളെ. നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചേനെ. എല്ലാം ഞങ്ങളുടെ തെറ്റാ. കുടുംബത്തിൻ്റെ അഭിമാനം പോകുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സ്വാർത്ഥരായിപ്പോയി. മീനാക്ഷിയമ്മ ഇടർന്ന സ്വരത്തിൽ പറഞ്ഞു നിർത്തി. നീരജയുടെ നെഞ്ചിടിപ്പുയർന്നു. കേൾക്കാൻ